അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. എന്താ ഇപ്പോ നമ്മള് എന്റെ മുത്തുമണികളെ ഞാൻ 5 ദിവസങ്ങളായി വീഡിയോ കണ്ടത് വരാത്ത നിങ്ങൾക്കറിയാലോ. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഞാൻ കുറേ വിഷമത്തിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോ എന്റെ മക്കളെ അരികത്തുണ്ട്. മിച്ചൂസ് ഷർട്ടൊന്നും ഇട്ടിട്ടില്ല. മിച്ചു എന്താ മോളെ ഷർട്ട് ഇട്ടിട്ട് പോവാ? ഇട്ടിട്ട് പോവാ. എന്റെ പൊന്നോളെ ഷർട്ട് ഇട്ടിട്ട് പോവാ. വേഗം ഇട്ടിട്ട് പോവാ. വേഗം ഇട്ടിട്ട് പോവാ. അങ്ങനെ ഞാൻ നിൽക്കുന്ന വീട്ടിലല്ല, നമ്മൾ വാടകയ്ക്കാണ് നിൽക്കുന്നത്. പക്ഷെ ഞാൻ അവിടെയല്ല വീട്ടുകാരൻ, ഞാൻ അവിടെയല്ല നിൽക്കുന്നത്. ഒരുപാട് വിഷമങ്ങൾ കഴിഞ്ഞുകൊണ്ടേ ഞാനും മക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ യാത്രയും. ഇത് കുറച്ച് ലെങ്ത് കൂടി വീഡിയോ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെയായിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായി വീഡിയോ ഒന്നും ഇല്ലാത്തത്. അതുകൊണ്ട് ഇത് നിങ്ങൾ ക്ഷമിക്കണം. എനിക്ക് പറയാനുള്ളത് നിങ്ങൾ തീർച്ചയായും കേൾക്കണം. എനിക്ക് നിങ്ങളോടല്ലാണ്ട് എനിക്ക് ആരില്ല എന്നറിയാം. നിങ്ങൾ ആദ്യം വേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ക്ഷമയോടെ ഇത് കേൾക്കണം. എന്താ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കുറച്ചായി നമ്മൾ വീഡിയോ എൻ്റെ ഫോണ് പോയിന്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഒരു വീഡിയോ എങ്കിലും ഇടൂലേ, നിങ്ങൾക്കറിയാലോ. ഞാൻ കമന്റെല്ലാം കണ്ട് ഞാനിപ്പോ അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് എനിക്കൊരു ഫോണ് പഠിച്ചോനെത്തിച്ച് 5-ാമത്തെ ദിവസമെങ്കിലും ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചതേ ഇല്ല. ഫോൺ കിട്ടുമെന്നും പ്രതീക്ഷിച്ചത്. ചെറിയൊരു പൈസന്റെ ഫോൺ എനിക്ക് കിട്ടി. ഇത് എനിക്കൊരു പ്രതീക്ഷയേ ഇല്ല. അള്ളാന്റെ തോഫീക്കോടുകൂടി അങ്ങനെ എനിക്ക് ഫോണ് കിട്ടുമെന്ന് ഞാൻ ഒരു പ്രതീക്ഷയില്ല. അൽഹംദുലില്ലാഹ് അള്ളാന്റെ തോഫീക്കോടുകൂടി ഇത് ഞാൻ മുന്നോട്ട് വെക്കുന്നുള്ള ആ ഒരു ഇത് ഉണ്ടായി എന്റെ മനസ്സിൽ. ഇത് എന്റെ യൂട്യൂബിൽ പോവാൻ എനിക്ക് അക്കൗണ്ടൊന്നും ഓർമ്മയില്ല. ഒരു എന്താ പറയാ, ഓർമ്മശക്തിയെല്ലാം പോയ ആളാണ്. പിന്നെ ഒന്നും പല ടെൻഷനും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ നമുക്കൊന്നും ചിന്തിക്കാം. അങ്ങനെ എവിടെ അക്കൗണ്ടൊന്നും എഴുതിയിട്ടില്ല. ആ വിചാരിച്ച് ഫോൺ ഏതായാലും പോയത് കൊണ്ട് എങ്ങനെ പോയതെന്ന് ഞാൻ വിചാരിച്ച എൻ്റെ എല്ലാ യൂട്യൂബിലും പോയി. ഞാൻ വിചാരിച്ചൊന്നും എൻ്റെ എന്റെ ജീവിതമൊക്കെ എല്ലാം പോയി എന്ന് ഞാൻ കരുതിയതാ. അപ്പം അള്ള പറയും നീ അങ്ങനെ പോകാൻ പാടില്ല. അപ്പൊ ഈ ഫോണ് കിട്ടിയത് തന്നെ എന്താ പറയാ, ആ സമയത്ത് തന്നെ ഞാൻ വിചാരിച്ചു റബ്ബെന്നെ കൈവിട്ടില്ല. അപ്പൊ ഞാൻ ഈ ഫോണ് ഇതാവുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് ഒരുപാട് എനിക്ക് സന്തോഷമായി. എനിക്ക് വേറൊന്നും ഈ ഫോൺ കിട്ടിയത് എന്തായിരുന്നാലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രത്തോളം ഞാൻ കുറച്ചായാലും അത് എന്താ മിസ്സിനെ നോക്ക് ഞാൻ പറഞ്ഞിട്ടില്ല ഷർട്ട് ഇട്ടിട്ട് പോകാൻ. അപ്പൊ ഒരു ഡ്രസ്സ് ഇട്ട് കൊടുക്കരുത്, അത് വീടിന്റെ മുന്നിൽ നിൽക്കണമെന്നാണ്. അങ്ങനെ എന്റെ മക്കളെയും കൊണ്ട് കൂട്ടുകാരെ, എന്റെ മുത്തുമണികളെ, ഞാൻ എന്റെ മക്കളെയും കൊണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മുടി കെട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ വിഷമത്തിലേക്ക് പോവുകയാണ്. എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കണം. എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നും ജീവിക്കുന്നത്. എന്റെ മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പോവുകയാണ്. അതുകൊണ്ട് പിന്നെ ഹമീനോർക്കാണ്. അങ്ങനെ എവിടെയാണെന്നും നിങ്ങൾ ചോദിക്കാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് അതിന്റെ പിന്നീട് വരെ എവിടെയാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് പറഞ്ഞാൽ ഞാൻ മക്കൾ സുരക്ഷിതം തന്നെ. എന്നാൽ എവിടെയാന്ന് പറഞ്ഞാല് അത് വേറൊരു ഇതിലേക്ക് പോകും. അപ്പോ നമ്മളൊരു സുരക്ഷിത തന്നെ നമ്മൾ ഉള്ളത്.
നിങ്ങൾക്ക് അറിയാലോ എന്റെ മോളെ അവസ്ഥ എന്താണെന്ന്. മോള് മിസ്സില്ല അങ്ങനെ അങ്ങനെ പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ബോറും അടിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. അത് ഞാൻ കുറച്ച് ദിവസം വീഡിയോസ് ഒന്നും എത്തിച്ചില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാൻ വെച്ചിട്ടുണ്ട് കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ. എല്ലാം ഞാൻ പറഞ്ഞാൽ അതൊരു ഇതിലേക്ക് പോകും. അതുകൊണ്ട് എന്താ പറയാ, അപ്പോ പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മള് ഈ ഫോണ് കിട്ടി അൽഹംദുലില്ലാ എനിക്ക് മുന്നോട്ട്, ഞാൻ ഇത് മുന്നോട്ട് തന്നെ പോവും. ആര് തളർത്തിയാലും റബ്ബ് തളർത്തൂലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. റബ്ബിന് മാത്രമേ എന്നെ തളർത്താൻ കഴിയൂ, അല്ലാണ്ട് ഒരാൾക്കും എന്നെ തളർത്താൻ കഴിയില്ല. ആര് തളർത്താൻ നോക്കിയാലും, കുറേ യൂട്യൂബ് തുടങ്ങിയിട്ട് തന്നെ തളർത്താൻ, അപ്പോ റബ്ബിന് മാത്രമേ എന്നെ തളർത്താൻ കഴിയൂ. അല്ലാണ്ട് പല ആളും, എന്റെ പ്രിയപ്പെട്ട നിങ്ങളോട് പറയാനുള്ളത്, പല ആളും എന്നെ തളർത്താൻ കളിക്കുന്നുണ്ട്. എന്നെ മക്കള് യൂട്യൂബ് തുടങ്ങുന്നത് തന്നെ അവർക്കൊരു വിരോധമുള്ളത്. പല ചാരിറ്റി എടുത്ത് അതിലും എന്നെ തളർത്തിയിട്ടു. ഇപ്പൊ യൂട്യൂബിലും ഫോണ് തന്നെ പോയത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞവരെ വരെയുണ്ട്. അൽഹംദുലില്ലാ, നമുക്ക് അതിന് പ്രശ്നമില്ല. നമ്മൾ അവരോട് വിരോധമില്ല, ആരോടും നമുക്ക് വെറുപ്പില്ല. നമ്മളെ ചെയ്യുന്നവരോടും നമ്മളെ പറയുന്നവരോട് നമുക്ക് ആരോടും വെറുപ്പില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് ആരോടും വെറുപ്പില്ല. നമ്മൾ ആരെന്ത് പറഞ്ഞോട്ടെ, ആര് തളർത്താൻ ശ്രമിച്ചാലും. പക്ഷെ ഞാൻ ഇതിന് മുന്നോട്ട് പോകുന്നത് ഞാൻ തളരില്ല. ഞാൻ ഇത് മുന്നോട്ട് പോവുകയും ചെയ്യും. എത്രത്തോളം വിജയിക്കുന്നു, ഏത് കാലത്ത് ഈ വിജയം ഉണ്ടാവുന്നു, ഏത് സമയത്താ ആവുന്നത്, ആ സമയം വരെ ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോകും. ഞാൻ ഇത് ഫോണ് പോയത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഇതന്നെ പോയി, എനിക്ക് ഇനി ഫോണൊന്നും കിട്ടില്ല എന്നെല്ലാം വിചാരിച്ചിനി. അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ എൻ്റെ ജീവിതം ഞാൻ നയിക്കുന്നത്. ഞാൻ ഇപ്പോൾ പിന്നെ ഒന്ന് നിങ്ങളോട് പറയാനുള്ളത്, നമുക്കൊരു കയറിപ്പോവാൻ ഒരു 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 കയറാനും നമുക്കൊരു ഇതുമില്ല, നമുക്കൊരു വീടില്ല. അതാ ഇപ്പൊ നമ്മുടെ മെയിൻ പ്രശ്നം. എന്റെ മക്കളെ ഒരു സുരക്ഷിതമാക്കാൻ നമുക്കൊരു സ്ഥിരതയില്ല. അതുപോലെ സ്വന്തമായിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പേടിക്കണ്ട, അവിടുന്ന് എന്ത് സംഭവം ഉണ്ടായാലും നമുക്കത് പ്രശ്നമില്ല. പ്രശ്നം തന്നെ, എന്താ പറയാ, അങ്ങനെ എന്റെ മക്കളെയും കൊണ്ട് ശരിയാ, എന്റെ മക്കളെയും കൊണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായിരുന്നു. പിന്നെ കമന്റിൽ കുറെ പറയുന്നുണ്ട്, നിങ്ങൾ എവിടെ പോയി, നിങ്ങൾ വീഡിയോ കാണാത്തത്. അവരോടൊക്കെ എനിക്ക് പറയുന്നത്, നല്ല മനസ്സുള്ളവരാ, നല്ല നമ്മളോടുള്ള സ്നേഹമുള്ളവരുണ്ട് കുറെ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് നമുക്ക് സബ്സ്ക്രൈബ് കൂടുന്നുണ്ട്, വ്യൂസ് കൂടുന്നുണ്ട്, നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവർക്ക് തന്നെ വേണ്ടിയിട്ട് നമ്മൾ ഇന്നും വീഡിയോ ചെയ്യാനും ഇനിയും നമ്മുടെ വീഡിയോ ഇനിയും ഇൻഷാ അല്ലാഹ് വരുന്നതായിരിക്കും. അപ്പൊ നമ്മൾ കുറച്ച് ദിവസം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ വന്നതും. നമ്മൾ നിൽക്കുന്നത് ദയവേദിച്ച് നമ്മളോട് ചോദിക്കരുത്. ഞാനും മക്കൾ സുരക്ഷിതാണ്, അവിടത്തേക്ക് തിരിച്ചു പോകുമെന്ന് നമ്മൾ അവിടെ നിൽക്കുന്ന സ്ഥലത്ത് പോകും. എനിക്ക് ഒരു പറയാ, ഒരു തീരുമാനം ആയിട്ടില്ല, പോകണം. പക്ഷെ എൻ്റെ ഈ മോളെ സാരിയ മോളെ മദ്രസ പോവുകയാണ്. ഇങ്ങനെയോ വളർത്ത് നിൽക്കുമ്പോ ഓരോ വീട്ടിൽ നിന്നിട്ട് നമ്മൾ കഴിയുന്നത്, അത് എനിക്ക് നല്ലത്, അത് പിന്നെ ഇത്രത്തോളം നല്ലതാവുന്ന എനിക്ക് തോന്നുന്നില്ല. എൻ്റെ മോളെ ഭാവി എനിക്ക് നോക്കണ്ട, അതും പ്രശ്നമാണ്. എന്താ പറയാ, വല്ലാത്തൊരു പേടിയുള്ള ദിവസങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. എൻ്റെ മക്കൾക്കായാലും എനിക്കായാലും. അപ്പൊ എൻ്റെ മോളെ മദ്രസ ഇപ്പൊ കുറച്ച് ദിവസമായി. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇവിടെ ചേർക്കുന്നുണ്ടെന്ന്. അപ്പൊ അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കൾക്ക്, 3 മക്കൾക്ക് വരെയുള്ള ജീവിതമാണ് ഇനി എൻ്റെ മുന്നോട്ട്. പിന്നെ മിച്ചിക്കുട്ടിനെ നിങ്ങൾക്ക് അറിയാലോ, ഹോസ്പിറ്റലിൽ
കൊണ്ടുപോകാനുള്ള ഒന്നുമില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട സമയം കഴിഞ്ഞു. അങ്ങനെ ഒരു ഭാഗത്ത് ഇതൊരു ഭാഗം. പിന്നെ ജീവിത പ്രശ്നത്തിന്റെ ഒരു ഭാഗം. അങ്ങനെ പല പ്രശ്നങ്ങളിലേക്ക് കടന്നു പോവുകയാണ് ഇപ്പൊ എന്റെ. എല്ലാം ശരിയാവും, അൽഹംദുലില്ലാ, എല്ലാം ശരിയാവും എന്നുള്ള ഒരു മനസ്സിനൊരു ഉറപ്പുള്ളത് കൊണ്ടാണ് ഇപ്പോ ഈ സമയത്തെത്തിയത്. അത് നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ആ ഫോണ് പോയ ശേഷം ഞാൻ എല്ലാം തകർന്ന് ഒന്നുമല്ലാതെ എന്താ പറയാ, ഒരു ഫോണില്ല. ഇപ്പൊ ഒരു വീട്ടില് നമ്മൾ ഒറ്റക്ക, അപ്പൊ ആ ഒരു ഫോണും ഇല്ലാത്തൊരവസ്ഥയാകുമ്പോ എന്താ നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കുന്നു. എന്താ പറയാ, ഇപ്പൊ എന്തെങ്കിലും ആ പെട്ടെന്ന് അനക്കായാലും എന്റെ മക്കൾക്കായാലും എന്തെങ്കിലും സംഭവിച്ചു, എന്തെങ്കിലും സംഭവിച്ചു, അപ്പോ ഈ ഒരു ഫോൺ കോളിലൂടെ നമുക്ക് ആരെയും വിളിക്കാനോ എന്തെങ്കിലും പറയാനോ കഴിയില്ല. ഞാൻ പൊതുവേ എന്റെ ഫോൺ നോക്കിയിട്ട് ടൈം നോക്കുക. മദ്രസന്റെ ടൈമായാലും ഞാൻ അലാറം വെച്ചിട്ടാണ് രാവിലെ 4:30 എഴുന്നേൽക്കല്. എനിക്കത് വല്ലാത്ത വിഷമമായി ഫോണ് പോയ ശേഷം. ഫോണ് അതൊരു വല്ലാത്തൊരു ഇതാണ്. അതില് ഞാൻ ഇപ്പോ അതുകൊണ്ട് നിങ്ങളോട് ആവർത്തിച്ച് പറയുന്നു, എന്റെ വാക്കുകളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. ഇത് കുറച്ച് ലെങ്ത് കൂടിയ വീഡിയോ ആണെന്ന് ഞാൻ മുൻകൂട്ടി പറയുന്നുണ്ട്. എന്റെ കാര്യങ്ങൾ അറിയാനല്ലോ. ഇപ്പൊ എന്റെ വീഡിയോ കാണുന്നവരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഇട്ടതാണ്. പല വീഡിയോയിൽ ഇടാൻ ഞാൻ പല ഐഡിയ കൊണ്ട് ഞാൻ വന്നതായിരുന്നു. അപ്പോഴത്തേക്കാണ് എന്റെ ഫോണ് പോയത്. പിന്നെ അങ്ങനെ എന്താ പറയാ, അങ്ങനെ എവിടെ സുഖമായിട്ട് നമ്മൾ പോകുന്നത്. ദയവ് ചെയ്ത് ഞാനും പറയുന്നു, നിങ്ങൾ എവിടെയാന്ന് ചോദിക്കരുത്. അതെല്ലാം വേറൊരു പ്രശ്നമായിട്ട് മാറും. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ അത് നമുക്ക് എല്ലാം പറഞ്ഞാല് ഒരു മീഡിയന് മുന്നിൽ നമുക്ക് എല്ലാം പറഞ്ഞാൽ അത് വേറൊരു ഇതിലേക്ക് പോകും. അതുകൊണ്ട് ഞാൻ ഇപ്പൊ തൽക്കാലം അതൊന്നും ഞാൻ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇപ്പൊ ഞാനും മക്കളും ഒറ്റക്കും നമ്മളെ റബ്ബും, ആ റബ്ബുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിലും ഇങ്ങനെയൊന്നല്ല, നമുക്ക് ഇതുപോലെ വീഡിയോ ചെയ്യാനോ ഒന്നും കഴിയില്ല. അതുകൊണ്ട് എന്നും നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ ജീവിതാവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിൽ നിന്ന് നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം. എന്നാലും എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് ഇനി മുന്നോട്ട് പോകാനുള്ള വഴി. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുക. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, മിച്ചൂസ് വ്ലോഗ്സ് എന്നാണ് ഞാൻ എൻ്റെ ഇത് പേര് കൊടുത്തിന്, എൻ്റെ ചാനലിൻ്റെ പേര്. അപ്പോൾ ആ മിച്ചൂസ് ഫാമിലി വ്ലോഗ് എന്നാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുറേ ഉണ്ട്, മിച്ചൂസ് വ്ലോഗ് എന്ന് പറയുന്നത്. ഏതായാലും ഫാമിലി ആയിട്ട് നമ്മൾ ചെയ്യുന്നതല്ല, ഞാൻ എൻ്റെ മക്കളായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ മിച്ചൂസ് ഫാമിലി വ്ലോഗ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും പുതുതായിട്ട് വരുന്ന എല്ലാവരും എൻ്റെ കഴിഞ്ഞ വീഡിയോസിൽ കാണുക, എനിക്ക് കമന്റ് അറിയിക്കുക. കമന്റിൽ അതിൻ്റെ അഭിപ്രായം, നമ്മുടെ വീഡിയോന്റെ അഭിപ്രായം നിങ്ങൾ അറിയിക്കണേ. നല്ലതായാലും മോശമായാലും നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ കമന്റിലൂടെ അറിയിക്കണേ. എന്നാലല്ലേ നമ്മുടെ വീഡിയോ നമുക്ക് എങ്ങനെ ചെയ്യണം, എന്താണോ, നമ്മൾ സൗണ്ട് കേൾക്കുന്നുണ്ടോ, നമ്മൾ വീഡിയോ ക്ലാരിറ്റി ഉണ്ടോ, കാണുന്നുണ്ടോ. ചെറിയ ഫോണാകുമ്പോൾ എന്തായാലും ക്ലിയർ ഉണ്ടാവില്ല കൂട്ടുകാരെ. എൻ്റെ സ്നേഹിതന്മാരെ ഒരിക്കലും നമ്മളെ കമന്റിൽ പറഞ്ഞിട്ട് നമുക്കൊന്നും പോകാൻ പറ്റും. നിങ്ങളെല്ലാം എന്താന്ന് വെച്ചാൽ കമന്റ് തുറന്നു പറഞ്ഞാൽ അതിന്റെ തീർച്ചയായും കമന്റിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറുപടി തരും, തീർച്ചയായും തരും. അങ്ങനെ എത്ര നമ്മളിപ്പോ 5 ദിവസം വീഡിയോ, അപ്പൊ നമുക്ക് അൽഹംദുലില്ലാ നമുക്ക് സന്തോഷം. നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ട്, നമുക്ക് ഇനിയും വരുന്നത് വരെ കാത്തിരിക്കുന്നവരുണ്ട്. അതെനിക്ക് മനസ്സിലായി. എന്താ പറഞ്ഞാല് ഈ 5 ദിവസം ചെയ്യാൻ പല സേവ് പേഴ്സണായിട്ടും മറ്റ് കമന്റിലൂടെ പറയുന്നവരുണ്ട്, നിങ്ങൾ എവിടെ പോയി. അപ്പൊ നമുക്ക് അത്ര സന്തോഷമുണ്ട്. നമ്മളെ വീഡിയോ കാത്ത് എത്രയോ ആള്
ഇത്ര സബ്സ്ക്രൈബർ കാത്തിരിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അത് തന്നെയല്ല ഹെറാൻ. അതുകൊണ്ട് എനിക്ക് ഇത് ഇങ്ങനെ കണ്ടുകൊണ്ട് എനിക്ക് അത്രയും നല്ല ആവേശം തോന്നി. ഇനിയും എനിക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടാൻ എൻ്റെ കുടുംബക്കാരോടും എൻ്റെ സ്നേഹിതന്മാരോടും എൻ്റെ എല്ലാവരോടും എനിക്ക് പറയാനുള്ള എനിക്ക് ആരോടും വെറുപ്പില്ല. ഞാൻ നിങ്ങളാരൊന്നും ഇതിൽ നിന്ന് ശല്യം ചെയ്യുന്നില്ല. യൂട്യൂബിൽ വന്നിട്ട് നമ്മളെ കാര്യം മാത്രം ഞാൻ എൻ്റെ ഈ നമ്മളെ കാര്യം മാത്രം ഞാൻ ഈ വീഡിയോയിൽ മുന്നിൽ വന്നിട്ട് പറയുന്നുള്ളൂ. അല്ലാണ്ട് ലെക്ചേഴ്സ് സാരി ഇവിടെ ഇരുന്ന് കുറച്ച് മടുത്തിട്ട് പോയി. ഉച്ചമൂന്ന് ഇവിടുന്ന് കുറച്ച് പണിയുണ്ട്. അവർ ഇരുന്നോട്ടെ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ലെക്ചേഴ്സിന്റെ കുറെ കോമഡി ആക്ടിങ് കാണും. അത് നിങ്ങളൊന്ന് മീൻഡാക്കരുത്. നിങ്ങൾക്കറിയാലോ എൻ്റെ മോളെ അവസ്ഥ എന്താണ്. എൻ്റെ കുഞ്ഞു മോളാണ്. എൻ്റെ മക്കൾ മൂന്ന്, ഒരാൾ മാത്രമല്ല. പക്ഷെ ഇതിന് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്തുകൊണ്ടായി ചാനൽ തുറക്കം തന്നെ ഈ മോൾക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ എൻ്റെ ഈ മോൾക്ക് വേണ്ടിയിട്ട് എൻ്റെ കുറച്ചല്ല ഒരുപാട് ലക്ഷക്കണക്കിന് കണക്കാക്കിയാണ്. നമുക്ക് പല പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം എനിക്ക് ക്ലിയർ. ഇതിലൂടെ ആർക്കും ഇന്ന് പൈസ ഇല്ലാതെ ജീവിക്കാനില്ല. ഇല്ലല്ലോ, ഒരിക്കലും ഒരാൾക്ക് ഒരു പൈസ അവരവർക്കില്ലാതെ ഒരിക്കലും ജീവിക്കാറില്ല. നമുക്ക് ഒരാളുടെ ഇറങ്ങിട്ട് ഒരിക്കലും വാങ്ങിക്കൂടെ ജീവിക്കാതെ നല്ലത്. അതുകൊണ്ട് നമുക്ക് തന്നെ നമ്മളെ കയ്യിലുണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ കഴിയും, നമ്മളെ മക്കളെ നോക്കാൻ കഴിയും. അതുകൊണ്ട് ആ ഒരു പൈസക്ക് നമ്മളെല്ലാം ആർത്തി നമുക്ക് വലിയൊരു കോടീശ്വരത്തിയാണോ അങ്ങനെയൊന്നും ഒരു ആഗ്രഹമില്ല. നമ്മൾ മിതമായ നമ്മളെ കടങ്ങൾ, എൻ്റെ മോളെ ചികിത്സ, എൻ്റെ കടം, നമുക്കൊരു ചെറിയ കൊച്ചു വീട്, അതാണ് എൻ്റെ മുന്നിലുള്ള ഇപ്പോഴത്തെ ആഗ്രഹം. അതെനിക്ക് അൽഹംദുലില്ലാ അതെനിക്ക് നേടണമെന്നൊരു മനസ്സിൽ ഒരു ഇതുണ്ട്. അങ്ങനെ നേടുമെന്നും എനിക്ക് പറയാനില്ല. അതെല്ലാം പഠിച്ചോൻ വിചാരിക്കണം. നമുക്കൊന്നും നേടാനില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നടക്കണം എന്ന് എൻ്റെ ഒരു മനസ്സിലൊരു ആഗ്രഹം. നമുക്ക് ആഗ്രഹം, വലിയ ആഗ്രഹം അല്ലെങ്കിൽ ചെറിയ ആഗ്രഹം നമുക്ക് ഒരു സ്വപ്നം പോലെ കാണാനാ. നടക്കില്ല നമുക്ക് പറയാമെങ്കിൽ ഇതിനുള്ള സപ്പോർട്ട് നിങ്ങൾ ഉണ്ടാവണം. എന്നാലും എല്ലാ കാര്യങ്ങളും നമുക്ക് നടക്കും. ഇന്നലെ നിങ്ങൾക്ക് കേൾക്കണം. ഇന്നലെ അവള് കടന്നുറങ്ങുമ്പോ എന്താ ചെയ്ത് ഞാനും ശ്രദ്ധിച്ചില്ലേ. പിന്നെ നമ്മളെ മുടിക്കിടുന്ന ചെണ്ടില്ലേ, അതെന്ത് ചെയ്ത് ഇവിടെ കൈക്കിട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് കടന്നുറങ്ങി. ഞാനിത് കാണുന്നില്ലേ, കയ്യില് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. എന്റെ കൂടെ കടന്നുറങ്ങുമ്പോൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ രാവിലെ ആവുമ്പോ ഉമ്മ വേദന, ഇത് കഴിച്ചിട്ട് വേദന ആവുമ്പോ എന്റെ മോള് യാ റഹ്മാനെ, എന്റെ മോള് എന്തോ ഒരു ഭാഗ്യത്തിനാണ് എനിക്ക് എന്റെ മോളെ അള്ള തന്നത്. പഠിച്ചോനെ എന്താ പറയാ, വല്ലാത്തൊരു അവസ്ഥയിലാണ് എന്റെ മോള് ഉണ്ടായിന്. രാവിലെ പോകുമ്പോ നല്ല നീരെല്ലാം വന്ന് കയ്യെല്ലാം ഭയങ്കര എന്താ പറയാ, കയ്യെല്ലാം ഭയങ്കര നീർക്കെട്ട് വന്ന് രക്തെല്ലാം വലിച്ചെടുത്തു. എന്നുവെച്ചാൽ എന്റെ മോള് പോയത് തന്നെ എന്തോ ഒരു ഭാഗ്യത്തിനാണ് ഉള്ള എന്റെ മോളെ. ഭയങ്കര കണ്ണല് എറിഞ്ഞ് നല്ല നീർക്കെട്ടുണ്ടായിരുന്നു. ഈ ചെണ്ട് കണ്ട എന്താ ഇത് കാണുമോ ക്യാമറയിൽ, ബ്ലാക്ക് ചെണ്ട്, ഇഷ്ടം ചെണ്ട്, അത് കയ്യിലിട്ടിട്ട് കടന്നുറങ്ങി. എന്താ രക്തം അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക. രാത്രി കടന്നുറങ്ങുമ്പോ അങ്ങനെയെല്ലാം ചെയ്തു നിന്നോട് എന്താ പറയല്ലേ. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ലല്ല, അങ്ങനെ ചെയ്യില്ലല്ല. അവരോട് പറ ഞാൻ അങ്ങനെ ചെയ്യില്ല. ഇനി അവരോട് പറ ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല. പറ അങ്ങനെ ചെയ്യില്ലല്ല. കേട്ടില്ലേ നിങ്ങൾ പറയുന്നത്? ഇനി എന്റെ മോൾ അങ്ങനെ ചെയ്യില്ല. അവളങ്ങനെ കുറച്ച് വിഡിത്തരം ചെയ്യുന്നുണ്ട്. പഠിച്ചോന് എന്തോ ഒരു കാവല് തരുന്നുണ്ട്. നമ്മളെ മോള് പറയുന്നേ എന്റെ ഉമ്മാനെ രക്ഷപ്പെടുത്തണം അല്ലാ, ദുആ ചെയ്യും. അങ്ങനെ മഗ്‌രിബ് സമയത്ത് എന്റെ മോള് ദിക്റും സലാത്തെല്ലാം ചൊല്ലിട്ട് ദുആ ചെയ്യും എന്റെ ഉമ്മാക്ക് വേണ്ടിട്ട്.
ഉമ്മാനെ നന്നാക്കണേ, ഉമ്മാനെ കടം വീടണേ, എന്റെ രോഗം മാറണേ, ശുക്ർ ചൊല്ലു അല്ലേ? നല്ല മോളല്ലേ? നല്ല മോളല്ലേ? ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെയാ വേണ്ടല്ലേ മക്കളായാലും? അങ്ങനെയല്ലേ വേണ്ടേ? അതുപോലെ മക്കളോടും ഉമ്മ അങ്ങനെ ചെയ്യണ്ടേ? ദ്വാ ചെയ്യണം അല്ലേ? മക്കള് നന്നാവാനും. അതുപോലെ മക്കളും ഉമ്മാക്ക് വേണ്ടിട്ട് ദ്വാ ചെയ്യാം. അങ്ങനെ നിങ്ങൾ ബോറടിച്ചോന്ന് പറയാനില്ല. നമ്മളെ ചെറിയ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറഞ്ഞ് ഇനി ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ ഞാനിപ്പോ ഇനി വേറൊന്നും പറയാനില്ലല്ലോ, വേറൊന്നും പറയാനില്ല. ഇനി നിങ്ങളുടെ മുന്നിൽ ഓരോ വീഡിയോ ആയിട്ട് വരുന്നു. എൻ്റെ ഓരോ അപ്ഡേഷൻ നിങ്ങളിൽ നിന്ന് അറിയിക്കുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും നമുക്ക് വേണ്ടി ദ്വാ ചെയ്യണം. അങ്ങനത്തെ പ്രതിസന്ധിയിലാണ് ഞാൻ കടന്നു പോകുന്നത്. നമ്മൾ നിൽക്കുന്നവരെ പോവാൻ കഴിയാത്ത അവസ്ഥയുള്ളൂ. പറയാം, അത് ലാസ്റ്റ് പറയാം. പറഞ്ഞ നമ്മള് പറഞ്ഞു. അങ്ങനത്തെ ഒരു പ്രതിസന്ധി ഇല്ലാതെ ഞാനും മക്കളും കഴിയുന്നത്. നമുക്കൊരു സ്ഥിരത ഇല്ല. അവിടെ നിൽക്കണമെന്നോ അവിടെ പോകണമെന്നോ നമ്മളെവിടെ ഇനി പ്രാർത്ഥിക്കേണ്ടതെന്നൊന്നും അറിയില്ല. അങ്ങനത്തെ സാഹചര്യത്തിലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് നമുക്ക് ഉണ്ടാവണം. നിങ്ങളെ പരമാവധി എല്ലാം എനിക്ക് ഷെയർ ചെയ്യുക, കമന്റ് അറിയിക്കുക. നമ്മുടെ വീഡിയോന്റെ കമന്റ് നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കേണ്ടതാണ്. താഴത്തെ കുഞ്ഞ് ബെൽബട്ടനും കൂടി അമർത്തിയാലാണ് നമ്മൾ ഇടുന്ന വീഡിയോ നിങ്ങളുടെ മുന്നിൽ വരികയുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ എന്നാ നിർത്തിക്കൂടെ? വേറൊന്നും നമ്മളെ ഇന്ന് പറയാനില്ല. അടുത്ത വീഡിയോ ആയിട്ട് നമ്മളെ കാണാം. അസ്സലാമു അലൈക്കും.